വാദിന്റെ മജിലിസ് ഇൽമിന്റെ മജിലിസും കഴിയോളം മൂപ്പരോ അവൻ അതിലൊന്നുമില്ല. അപ്പോൾ അല്ലാഹു പറയും ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും. ജിബ്രീൽ അലൈഹിസ്സലാം ഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും. അവരുടെ കൂട്ടത്തിൽ ഇരുന്നവർ പോലും പരാജയപ്പെടുകയില്ല. കാരണം അവന്റെ നിയ്യത്ത് ഈ ദിക്റിന്റെ മജ്‌ലിസിൽ കൂടണമെന്നാണല്ലോ. അങ്ങനെ ഇരുന്നാൽ പോലും ആ കൂട്ടത്തിൽ ഇരുന്നവർ പോലും പരാജയപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നാം മജ്‌ലിസുകളിൽ ശ്രദ്ധ വയ്ക്കാനും നമ്മൾ വന്ന് പങ്കെടുക്കാനും നമ്മൾ അതിൽ നിൽക്കാനൊക്കെ നമുക്ക് ചിന്ത വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മൾ എവിടെയെങ്കിലും ആയതുകൊണ്ട് മലക്കുകളുടെ കൂടെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് എവിടെ നിന്നാണ് ഈ എനർജി കിട്ടുന്നത്? എവിടെ നിന്നാണ് ഈ എനർജി നമുക്ക് കിട്ടുന്നത്? ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ ഒരു റാത്തീബിലൊക്കെ നമുക്ക് പങ്കെടുത്ത് കഴിയുമ്പോൾ മനുഷ്യനൊരു എനർജി ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഒരു എനർജി, ഒരു ഉന്മേഷം, ഒരു ആവേശം, ഒരു തെളിച്ചല്ലേ? എന്തുകൊണ്ടാണത്? നമുക്ക് മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു എന്ന ഒരു ഇസ്മ, അല്ലാഹു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ഒരു മലക്കിന്റെ സാന്നിധ്യമില്ലാതെ, മലക്കിന്റെ സ്പർശനമില്ലാതെ അല്ലാഹു എന്ന് പറയാൻ സാധ്യമല്ല. ചിന്തിച്ചു നോക്ക്, അല്ലാഹു എന്ന് പറയണമെങ്കിൽ മലക്ക് നമ്മളെ സ്പർശിക്കണം. മലക്കിന്റെ സാന്നിധ്യം കൂടാതെ അല്ലാഹ് എന്ന് പറയാൻ പറ്റില്ല. ഇത്രത്തോളം മലക്കുകൾ നമ്മളോടുമായി ബന്ധപ്പെട്ടിരിക്കുക. മലക്കുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ, മലക്കുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. അത് ഭയങ്കര സംഭവമാണ്. ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കാൻ ഒരു വിഭാഗം മലക്കുകളുണ്ട്. കൈകാലുകൾ പ്രവർത്തിപ്പിക്കാൻ മലക്കുകളുണ്ട്. കണ്ണുകൾക്ക്, കാതുകൾക്ക് മലക്കുകളുണ്ട്. 300 ചില്ലറ മലക്കുകൾ വയറ്റിൽ മാത്രമുണ്ട്. വയറിൽ മാത്രം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ 300 ചില്ലറ മലക്കുകൾ. ഒരു മനുഷ്യന്റെ വയറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് 300 ചില്ലറ മലക്കുകൾ വയറ്റിൽ മാത്രമുണ്ട്. പ്രധാനപ്പെട്ടത് അതിന്റെ സംഘങ്ങൾ, സബ് ഏജൻസി വേറെ ഉണ്ടാവും. അതൊന്നും കണക്കാക്കാൻ തന്നെ കഴിയില്ല. ഓരോരോ സംഘങ്ങളുടെ എണ്ണം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതിന്റെ കീഴിൽ മലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരാളൊന്നല്ല. അപ്പൊ റൂഹിനെ പിടിക്കണ മലക്കാരാ? ജിബ്രീലാ? അസ്രായീൽ. റൂഹിനെ പിടിക്കണ മലക്ക് അസ്രായീൽ. നമ്മൾ വെച്ച ഒരാളെന്ന അല്ല. ഈ പെരുവിരലിന്റെ അവിടെ നിന്ന് മുട്ടുകാലും വരെ പിടിക്കാനായിട്ട് ഒരു വിഭാഗം മലക്കുകളുണ്ട്. 2 കാലും. അങ്ങനെ തുടങ്ങി ഒരുപാട് മലക്കുകൾ, കോടാനുകോടി മലക്കുകൾ, 500, 1000 മലക്കുകൾ, പ്രധാനപ്പെട്ടതും അവർ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലക്കുകളും കൂടിയിട്ടാണ് ഈ റൂഹിനെ പിടിച്ച് തൊണ്ടക്കുഴിയിൽ എത്തുന്നത്. അപ്പോൾ മാത്രമാണ് ആർക്ക് ഡ്യൂട്ടി? അസ്രായീൽ ഡ്യൂട്ടിയുള്ളൂ. ഈ തൊണ്ടക്കുഴിയിൽ വെച്ചിട്ട് റൂഹ് എടുക്കുമ്പോ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ചോര ഒഴുകും. ഈ കരണം, നമ്മുടെ ഞരമ്പുണ്ടല്ലോ, ഈ ഞരമ്പിനെ തെരഞ്ഞിട്ട് ഞരമ്പിന്റെ അവിടെ നിന്ന് റൂഹിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന ആ ഒരു സന്ദർഭം, അത് തൊണ്ടക്കുഴിയിൽ റൂഹ് ഒട്ടുന്നത് വരെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? എപ്പോ കേട്ടത്? ഒരാളുടെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നത് എവിടെ വരെയാണ്? തൊണ്ടക്കുഴിയിൽ റൂഹത്തുന്നത് വരെ എന്നാ പറഞ്ഞത്. ഈ തൊണ്ടക്കുഴിയിൽ റൂഹത്തുമ്പോ വേദന അറിയും മനുഷ്യൻ, അതുവരെ അറിയില്ല. അതുവരെ കൈകാല് കടച്ചില്, എന്താ ഭയങ്കര ക്ഷീണം, കാല് ഭയങ്കര കടച്ചില്. 2 ദിവസമായിട്ട് റൂഹ് പിടിക്കാവും പറയാൻ പറ്റൂല, അതൊക്കെ തോന്നുള്ളൂ. ഈ പെരുവേലിന്റെ വെള്ളമുള്ള പിടുത്തത്തിന് അത്ര തോന്നുള്ളൂ. കാല് കടച്ചില്, ഒരു ക്ഷീണം, ഒരു തളർച്ച, എന്താണെന്നറിയില്ല, ഭയങ്കര വൈകാരിക, ഇത്ര തോന്നുള്ളൂ. ചിലർക്കൊരു കാര്യമാക്കില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അങ്ങനെയല്ല, വിഷയം മാറും. ഇവിടെ എത്തുമ്പോൾ കണ്ണ് മേപ്പോട്ടും അറിയും, ഭൗതികമായ കാഴ്ചകളൊക്കെ മറക്കും. നമ്മൾ മലക്കിനെ നേർക്ക് നേരെ കാണും. ഈ തൊണ്ടക്കുഴിയിലേക്ക് എത്തി ഇവിടെ നിന്ന് ഇങ്ങനെ തെരയും. ഈ ഞരമ്പ് വള്ളി തെരഞ്ഞിട്ട് അതിന്റെ അവിടെ നിന്നാണ് റൂഹിനെ പിടിക്കുന്ന. ആ സമയത്ത് ശക്തമായ വേദനയുണ്ടാവും. കണ്ണ് മേപ്പോട്ട് ഉള്ളിലോട്ട് മറിഞ്ഞു പോകും. നമ്മുടെ ഈ ഭൗതിക ലോകത്തിന്റെ ബന്ധങ്ങൾ വിച്ഛേദിക്കും. നമ്മുടെ ആവണാവ് നമ്മള് മലക്കിനെ കാണാൻ കാണാം. അന്നേരം എല്ലാവരും ഞാനടക്കം നമ്മളെല്ലാവരും നന്നാവും ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പോ
പറഞ്ഞെന്താ പറയുന്നു? അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പൊ മാത്രമേ വരുള്ളൂ. അപ്പോ ഓരോരോ മലക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചില്ല, മലക്കുകൾ കോടാനുകോടി മലക്കുകളാണ്. ഓരോന്നിനും മലക്കുകളാണ്, സഹായിക്കാൻ മലക്കുകളാണ്, ഓരോരോ കാര്യങ്ങൾക്കും മലക്കുകളാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളിൽ അവർ മുഅ്മിനീങ്ങളെ, മനുഷ്യന്മാരെ സഹായിക്കാൻ വേണ്ടി നാനാഭാഗത്തുണ്ട്. എന്നതുപോലെ നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാനും അതിൽ സംബന്ധിക്കാനും വേണ്ടി മാത്രം മലക്കുകളുണ്ട്, ആത്മാക്കളുണ്ട്, പരിശുദ്ധാത്മാക്കളുണ്ട്. നമ്മളും അവരൊക്കെ കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ ആ സദസ്സിൽ ഇരിക്കുമ്പോഴാണ് ആ സദസ്സിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെതായ ബർക്കത്തും അതിന്റെ പുണ്യവും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിനും ശരീരത്തിനും സുഖം ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മജ്‌ലിസുകൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റായി വന്ന് മജ്‌ലിസിൽ പങ്കെടുക്കണം. എവിടെയെങ്കിലും ഇരുന്ന പോലെ മജ്‌ലിസിൽ തന്നെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇരിക്കണമെന്ന് നിങ്ങളോട് പറയാനുള്ള കാരണം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ മലായികത്തിന്റെ അർവാഹുകളുടെ, അല്ലാഹുവിന്റെ അംബിയ ഔലിയാക്കളുടെ അർവാഹുകളുടെ സാന്നിധ്യം അനുഭവിക്കാൻ നമ്മുടെ ആത്മാവിന് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചൊരു വാക്യം, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. ഓ നബിയേ, നിങ്ങൾ അവർക്ക് വേണ്ടി 70 വട്ടം പൊറുക്കലിനെ ചോദിച്ചാലും അല്ലാഹു പുറത്തു കൊടുക്കൂല നബിയേ. നിങ്ങൾ, ഓ നബിയേ, താങ്കൾ അവർക്ക് വേണ്ടി 70 വട്ടം പൊറുക്കലിനെ ചോദിച്ചാലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂല നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുനാഫിക്കുകളായ ആളുകളെ കുറിച്ച്. അവർ മുസ്ലിങ്ങളായി വന്നവരായിരുന്നു, പക്ഷേ ഉള്ളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. പ്രത്യക്ഷമായ കർമ്മങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു, അവർ നിസ്കാരം നിർവഹിച്ചിരുന്നു, പള്ളികളിൽ വന്നിരുന്നു, അവര് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ യുദ്ധത്തിന്റെ അവസരത്തിലൊക്കെ വരുമ്പോഴത്തേക്കും അവർ മാറുന്നുള്ളൂ, ബാക്കി എല്ലാത്തിനും കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ പലരും കൂട്ടത്തിലുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. അവരുടെ ഖബറിൽ കിടത്തിയപ്പോൾ തങ്ങളുടെ കമീസ് ഊരിയിട്ട് തങ്ങളുടെ കമീസിലാണ് ഒരാളെ ഖബറടക്കം ചെയ്തത്. പക്ഷെ അല്ലാഹു പറഞ്ഞു, നബിയെ, താങ്കൾ അവർക്ക് വേണ്ടി ഒന്നല്ല 70 വട്ടം പൊറുക്കലിനെ ചോദിച്ചാലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂല നബിയേ. കണ്ടോ, ചിന്തിക്കാറുണ്ട് നമുക്ക്. ഈ ആയത്ത് ഇന്നുണ്ടല്ലോ ഖുർആനിൽ, അത് അവരെ കുറിച്ച് മാത്രം പറയാൻ പറ്റും. ലോകാവസാനം വരെ ആയത്തുണ്ടല്ലോ. അപ്പോ അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചാലും അല്ലാഹു സ്വീകരിക്കൂല. റസൂലുള്ളാഹിന്റെ ദുആ തട്ടിക്കളയോ അല്ലാഹല്ല, പക്ഷെ ഈ വിഷയത്തിൽ സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിയോടുള്ള ആത്മാർത്ഥ സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നില്ല. വളരെ ചിന്തിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ കാര്യം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരുടെ കാര്യം ചിന്തിക്കാം. ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി 70,000 കൊല്ലം അല്ലാഹുവിന്റെ ഇബാദത്താണ്. എത്ര കൊല്ലം? നമ്മുടെ കണക്കിൽ 70,000 കൊല്ലം ഇബാദത്താണ്. ചിന്തിക്കണോട്ടോ, വളരെ ചിന്തിക്കണം. എന്ന് മാത്രമല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾക്ക് ദർസ് എടുത്തു കൊടുക്കലും ആര്? അസാസീൽ. അത്രയും ഉന്നത സ്ഥാനത്തേക്ക് ജിന്നാണെങ്കിലും കൂടി മലക്കുകൾക്ക് ദർസ് എടുത്തു കൊടുക്കാൻ മാത്രം
ഉന്നതിയിലേക്ക് അയാൾ എത്തി. ഇബാദത്ത് കൊണ്ട് ആകാശഭൂമികൾ നിറച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള ആ അനാദരവ് കാരണം അല്ലാഹു തആല പുറത്താക്കി, ശപിക്കപ്പെട്ടവനായി മാറി. അവിടേക്ക് കടക്കുന്നില്ല. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും ഭയം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. മക്കത്ത് കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വഹാബികൾ കുറഞ്ഞ ആളുകൾ കൂടെ ഉണ്ട്. അപ്പോൾ കൈ മുട്ടിന്റെ താഴെ നീളുള്ള കൈ, മുടി മുതുകിന്റെ താഴെ നീട്ടുള്ള അത്ര മുടിയും ഒരു കറുത്ത കുപ്പായിട്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? തവാഫ് ചെയ്യുന്നു. ഒരു അപരിചിതനായ മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തിന്റെ തവാഫ് ചെയ്യുന്ന ആ ശ്രദ്ധയിൽപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ തന്നെ തവാഫ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ കോലം ഇങ്ങനെയാണ്. അങ്ങനെ തവാഫ് പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം കഅബാലയത്തിന്റെ അടുത്ത് വന്നിട്ട് കഅബാലയത്തിന്റെ അവിടെ കഅബ പിടിച്ചിട്ട് അദ്ദേഹം ദുആ ചെയ്യാണ്. അല്ലാഹുവേ, എന്റെ മുൻഗാമിക്ക് വന്ന ആ ഒരു ഗതികേട് എനിക്ക് നീ വരുത്തരുതേ. എന്റെ മുൻഗാമിക്ക് സംഭവിച്ചു പോയ ആ അവസ്ഥയെ തൊട്ട് എന്നെ നീ കാക്കണേ റബ്ബേ എന്നാണ് ആര് ദുആ ചെയ്യുന്നത്? ഇയാൾ ദുആ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടാളും കണ്ടു, കൈപിടിച്ചു. അദ്ദേഹം കണ്ട് തിരിഞ്ഞു പോയതിനു ശേഷം സ്വഹാബത്തെ കിറാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, അദ്ദേഹം ആരാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദാക ജിബ്രീൽ. അത് ജിബ്രീൽ ആയിരുന്നു അലൈഹിസ്സലാം. അല്ലാഹുവിനോട് ജിബ്രീൽ ഒരു ചോദ്യം ചോദിച്ചു പോയി. ഇബ്ലീസിനെ അല്ലാഹു പുറത്താക്കിയപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാത്തതിന്റെ, ബഹുമാനിക്കാത്തതിന്റെ കാരണം അല്ലാഹു തആല പുറത്താക്കിയ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ? ഞാൻ വഴിപഴച്ചു പോകുമോ? ഞാനും അല്ലാഹുവേ, നിന്റെ ഈ മാർഗത്തിൽ നിന്ന്, നിന്നനുസരിക്കുന്നതിൽ നിന്ന് ഞാൻ വഴികേടിയായി പോകുമോ എന്ന ഭയമുണ്ട്. അതുകൊണ്ട് ഒരിക്കലെങ്കിലും കഅബാലയം തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് ആര് ചോദിച്ചു? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി റജബ് മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തവാഫ് ചെയ്യാനുള്ള അനുമതി നൽകിയെന്നും എല്ലാ വർഷവും റജബ് മാസം ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതുപോലെ മനുഷ്യനായി രൂപാന്തരപ്പെട്ട് തവാഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ ദുആയാണ്. വഴിപഴച്ചു പോകല്ലേ പടച്ചവനെ, എന്നെ കാക്കണേ അല്ലാഹ്. എന്റെ ഈമാൻ തെറ്റിപ്പോകുന്നതിനെ തൊട്ട് നീ കാക്കണേ റബ്ബേ. ഈ ഒറ്റ ദുആ ചെയ്യാൻ വേണ്ടി കഅബാലയം തവാഫ് ചെയ്യാൻ അല്ലാഹുവിനോട് അനുമതി വാങ്ങിച്ചു ആര്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് തവാഫ് ചെയ്യുന്നത് ഏത് മാസത്തിലാണ്? റജബ് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ പല മഹാന്മാരും റജബ് മാസത്തിൽ ഉംറക്ക് പോകാനൊക്കെ എന്താ കാരണം? ജിബ്രീൽ സ്പർശിച്ചാൽ പോലും ഈമാൻ സലാമത്താവും. ജിബ്രീലിന്റെ കാല് ടച്ച് ചെയ്ത് നമ്മുടെ കാല് ടച്ച് ചെയ്താൽ പോലും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റജബ് മാസത്തിൽ വരും. ഒരിക്കലെങ്കിലും തവാഫ് ചെയ്യാൻ പേടിച്ചിട്ട്. എന്തിനു പേടിക്കണേ?
എന്തിനാ പേടിക്കണേ? നമ്മൾ വഴിപഴച്ചു പോകുമോ എന്നുള്ള പേടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മളെല്ലാവരും, ഞാൻ എൻ്റെ കാര്യത്തിൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ചിന്തിക്കണം, റബ്ബിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിന്റെ യഥാർത്ഥ മാർഗ്ഗത്തിൽ നിലയുറപ്പിക്കാൻ, ബഹുമാനമുള്ളവരുടെ ഖദമിന്റെ തഹത്തിലായി നിലകൊള്ളാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. വഴി കഴിഞ്ഞാൽ പോകാതെ, വഴിപഴച്ചു പോകാതെ, വഴിതെറ്റി പോകാതെ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും മഹാന്മാരുടെയും മശായിഖന്മാരുടെ പ്രിയപ്പെട്ട ശൈഖുനാന്റെ ബഹുമാനമുള്ളവരുടെ ഖദമിന്റെ തഹത്തിലായി നാം എന്നും ജീവിക്കാൻ അല്ലാഹു വിധി കൂട്ടട്ടെ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഞാനും നിങ്ങൾക്ക് എപ്പോഴും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉറൂസ് മാസമാണ് റബീഉൽ ആഖിർ. ചരിത്രങ്ങളിലേക്ക് കടക്കാൻ ഒരുപാടുണ്ട്. ഗൗസുല്ലാഹിനെ കുറിച്ച് പറയാൻ നേരം ഉൾക്കോളം വചനം തീരാൻ പാടില്ല. അത്രയും അല്ലാഹുവിന്റെ സ്ഥാനം, അല്ലാഹുവിന്റെ ഉന്നതരായ അല്ലാഹുവിന്റെ ഉന്നതമായ സിറാണ്. ഞാൻ എല്ലാ സിറിനും സിറത്തിനും ഗൗസുല്ലാഹിന്റെ സിറാണ്, എല്ലാ സിറിനും സിറാണ്. എന്താണെന്നുള്ളത് മൊഹീദ്ദീമാല നമ്മൾ പാടിയ ഒന്ന് മനസ്സ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. അല്ലാഹുവിന്റെ രഹസ്യമാണ്. ഗൗസുല്ലാഹിനെ വിളിച്ചാൽ അല്ലാഹു വിളി കേൾക്കും. അത്രയും ഗൗസുല്ലാഹ് പറയാൻ നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത അത്ര ഉന്നത മഹത്വമാണ് അവർക്കുള്ളത്. ഇൻഷാ അല്ലാഹ് ഗൗസുല്ലാഹ് മജ്ലിസ് നമുക്ക് ഇൻഷാ അല്ലാഹ് അവരെ വിളിച്ചുള്ള മജ്ലിസ് നമുക്ക് ഭക്ഷണം ചൊല്ലണം. അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ നൂർ മുഹമ്മദ് ഖാസിം ഉസ്താദ് റളിയല്ലാഹു അൻഹു അവർ വഫാത്തായിട്ടുള്ള മാസം തന്നെയാണ് ഈ റബീഉൽ ആഖിർ. അങ്ങനെ ഒട്ടനവധി മഹാന്മാരുണ്ട്. അതുകൊണ്ട് അവരുടെയൊക്കെ പേരിൽ നിയ്യത്ത് ചെയ്തിട്ടുള്ള ഭക്ഷണമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പത്തിരി ഇറച്ചിയാണ് അവർക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം എന്തായാലും പത്തിരി ഇറച്ചിയാണ് ഇന്നത്തെ ഭക്ഷണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവരുടെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് പത്തിരി ഇറച്ചി ആക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിനെ കഴിക്കാം. അതിന് പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും